ശിവഗിരി മഠം ഒരു തട്ടിൽ, നാട്ടുകാർ വേറെ തട്ടിൽ, SNDP മറ്റൊരു തട്ടിൽ, ഇങ്ങനെ മൂന്ന് തട്ടിൽ കിടന്ന് തർക്കവും തല്ലുവാണ് ഇവിടെ. ആരും തമ്മിൽ ഇവിടെ ഒരു മനുഷ്യനില്ല. ആരെങ്കിലും ഉണ്ടാകണ്ടേ? വേണ്ട, ചുമ്മാ പറയുന്നില്ല. ആരെങ്കിലും വേണ്ടേ ഇവിടെ? അല്ല, എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടാവും നോക്ക്. അകത്തുള്ളത് നിങ്ങളെ കണ്ട്, പുറത്തുള്ള അവസ്ഥ ഇതാണ്. ഇപ്പം 7 മണിയായി. ഇവിടെ അരിവിപ്പുറത്ത് ഇവിടെ എഴുന്നള്ളത്തിൻ്റെ നേരമായിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ ആരുമില്ലെന്ന് തന്നെ പറയാം. നോക്കണ്ട, കറക്റ്റ് 7 മണി നേരമായി. ഇപ്പം ഇവിടെ ക്ഷേത്രത്തിലെ എഴുന്നള്ളത്തിൻ്റെ നേരമായിട്ടുണ്ട്. ഇവിടെ ആരും തന്നെ ഇല്ലെന്ന്. ഇത് 5ാം ഉത്സവമാണ്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്ക് പെരുങ്കടോളം പഞ്ചായത്തിൽ അരിവിപ്പുറത്താണ് ഉള്ളത്. 137 വർഷം മുമ്പ് നവോത്ഥാനത്തിന് നാന്ദി കുറിച്ച ശ്രീനാരായണ ഗുരു നാന്ദി കുറിച്ച അരിവിപ്പുറത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് ശിവരാത്രി മഹോത്സവത്തിൻ്റെ 5ാം നാളാണ് ഇവിടെ. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ ആരുമില്ല, ഒരു പൂച്ചക്കാളി പോലും ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പം ശ്രീനാരായണ ഗുരുവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ദൈവമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്ന നമ്മളിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് സമർപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ അഞ്ചാം നാൾ 5ാം മഹോത്സവം നടക്കുമ്പോൾ ഇവിടെ ഒരു പൂച്ചക്കാളി പോലും ഇല്ലെന്നുള്ളത്, ആരും ഇല്ലെന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ച് പേര് വരും, പോകുമെന്നുള്ളതല്ല, ഇവിടെ ആരും ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും വൈകുന്നേരം വരെ നമുക്കിവിടെ നിൽക്കാം. അപ്പോൾ വൈകുന്നേരം ആരെങ്കിലുമൊക്കെ വരുമോ ഇല്ല എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ആരുമില്ല, സെറ്റ് വർക്കുകാരനുണ്ട്. അതല്ല, ഇപ്പോൾ ഇവിടെ പാരായണം നടപ്പുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ നാമോച്ചാരണം ഉണ്ടായിരുന്നു ഇവിടെ ഇത്രയും നേരം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10-15 മിനിറ്റായി ഇവിടെ വന്നിട്ട്. ഒരു കട മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ. ഇങ്ങനൊരു കട കാണുന്നുണ്ട്. അതല്ലാതെ യാതൊന്നുമില്ല ഇവിടെ. ഈ ശിവരാത്രി മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നുമില്ല. കുറച്ച് കസേരകൾ കാണാം, ഒരു വാഴക്കൊല കാണാം ഫ്രണ്ടിൽ എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. പിന്നെ ഇത് ശിവരാത്രി മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റേജ് ഇവിടെ ഉണ്ട്. ഒരു സ്റ്റേജ് 137ാമത് പ്രതിഷ്ഠ വാർഷിക മഹാശിവരാത്രി ആഘോഷം ഓം ശ്രീനാരായണ. അപ്പോൾ ഇങ്ങനെ ഇത് കാണാം. പിന്നെ അതല്ലാതെ കുറച്ച് കസേരകൾ, വിജനമായ കസേരകളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. 5ാം ദിവസമാണ് മഹാശിവരാത്രി മഹോത്സവത്തിൻ്റെ 5ാം നാളാണ് ഇന്ന്. 5ാം നാളിൽ ഇവിടെ ആരും ഇല്ലെന്നുള്ളതാണ്. വ്യവസായം കൊണ്ടല്ലാതെ ധനാഭിവൃദ്ധി ഉണ്ടാക്കുവാൻ സാധിക്കുന്നതല്ല ശ്രീനാരായണ ഗുരു. അതൊക്കെ കാലഹരണപ്പെട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആരുമില്ല. നമ്മുടെ ഈ പ്ലാവിൻ്റെ ചുവട്ടി വെച്ചാണ് SNDP യോഗം ആദ്യമായിട്ട് കൂടുന്നത്. നമ്മൾ മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 1903 ജനുവരി 7-നാണ് ഗുരുദേവൻ്റെ അധ്യക്ഷതയിൽ ഇവിടെ സെക്രട്ടറിയായിട്ട് കുമാരനാശാനും ഒക്കെ ആയിട്ട് ഇവിടെ SNDPയുടെ പ്രഥമ യോഗം കൂടുന്നത്. അപ്പം അതിന് മുമ്പ് ഡോക്ടർ പൽപ്പ് ഈഴവ പ്രമാണിമാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈഴവ മഹാസഭയെന്നും പറഞ്ഞൊരു യോഗം കൂടിയിരുന്നു. പക്ഷേ അത് കറക്റ്റായിട്ട് ഫലം കണ്ടില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ഈ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലാണ്. ഇതിനകത്താണ് ശ്രീനാരായണ ഗുരുദേവൻ ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിലാണ്. അപ്പം ശ്രീനാരായണ ഗുരുദേവൻ തന്നെ സ്ഥാപിച്ച ക്ഷേത്രവുമാണത്. അപ്പം ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് വാവൂട്ട് യോഗം എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങി വെച്ചത്. അപ്പോൾ അത് നല്ല മനോഹരമായിട്ട് പോകുന്നെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ പൽപ്പു ഇവിടെ ശ്രീനാരായണ ഗുരുദേവനെ ഇവിടെ സമീപിക്കുകയായിരുന്നു. ഇവിടെ സമീപിച്ചതിന് ശേഷമാണ് ഈ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നും പറഞ്ഞ് SNDP ഇത് ഉണ്ടാകുന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നോക്കി. ആരുമില്ല. ഇന്ന് 5ാം ഉത്സവമാണ്. ഞാൻ ധാരാളം ആൾക്കാരൊക്കെ കാണും. മറ്റെവിടെ ഇല്ലേലും ഇവിടെ ഈ ശിവരാത്രി മഹോത്സവം എവിടത്തേക്കാളും കൂടുതൽ ആൾക്കാർ വരേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇവിടെയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണേലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കാര്യം നവോത്ഥാനത്തിന് നാന്ദി കുറിച്ച ഒരു ഇടമാണ്. 137 വർഷത്തിന് മുമ്പ് നവോത്ഥാനത്തിന് നാന്ദി കുറിച്ചൊരു ഇടമാണ്.
അപ്പോൾ അതിനു മുമ്പത്തെ കാലഘട്ടം എന്തായിരുന്നെന്ന് നമുക്കറിയാം. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഈഴോട്ട് താഴോട്ടുള്ളവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കുകയും ഊരുവിലക്ക് കൽപ്പിക്കുകയൊക്കെ ഉള്ള കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കോട്ടുകാൽ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ കമുങ്കോട് എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ഈ ശിവലിംഗം സ്ഥാപിക്കുന്ന മുമ്പ് തന്നെ അവിടെ ഈഴവരായവർ ക്രിസ്ത്യൻ സഭയിലേക്ക് ചേരുകയുണ്ടായി. കാരണം ഇവിടെ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും കിട്ടുന്ന സ്വാതന്ത്ര്യം പോലും അന്ന് ഈഴവർക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അതിന് അവർ സഹി കെട്ടിട്ട് വഴി നടക്കണ്ടേ. മറ്റുള്ളവരെ ഈ മേൽജാതിക്കാരെ കാണുമ്പോൾ മാറി നടക്കേണ്ട ഗതികേടും അവരുടെ ആട്ടും തുപ്പും സഹിക്കാൻ വയ്യാതെ അവർക്ക് വേറെ വഴിയില്ലാതെ ഗത്യന്തരമില്ലാതെയാണ് ഈ കവുങ്ങോട് പള്ളിയിലുള്ളവർ ആ പരിസരത്തുള്ളവരെല്ലാം കൂടെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ചേരുകയാണുണ്ടായത്. ഇപ്പോഴും അവർ ഈഴവരെന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് അവർ ആ പള്ളിയിൽ ഇടവകങ്ങളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം അതേ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സാധാരണക്കാരനായ കീഴ്ജാതിയിൽപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് മതാചാരപരമായിട്ടാണെങ്കിൽ തന്നെയും മറ്റ് ആരാധനാലയങ്ങളിലേക്ക് മേൽജാതിക്കാർ ആരാധനാലയങ്ങളിലേക്ക് പോകാൻ പറ്റാതിരിക്കുകയും ഭ്രഷ്ട് കൽപ്പിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മുടെ ദൈവമെന്നും പറഞ്ഞ് നമ്മുടെ ദൈവത്തെയാണ് ഇവിടെ സ്ഥാപിച്ചതെന്നും പറഞ്ഞ് ശ്രീനാരായണ ഗുരു ഇവിടെ ശിവലിംഗം സ്ഥാപിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ഇവിടെ ഇങ്ങനെ അനാഥ പ്രേതങ്ങളൊക്കെ 5 ഉത്സവം ആകുമ്പോഴും അനാഥ പ്രേതങ്ങളൊക്കെ ഇവിടെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ ചിലപ്പോഴൊരു 6 മണി 7 മണിയാകുമ്പോഴൊക്കെ ഇവിടെ ആൾക്കാർ കുറച്ചെങ്കിലും വരുമായിരിക്കും. ഞാൻ ഇവിടെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോൾ ഉച്ചയ്ക്കുള്ള അന്നദാനം കഴിക്കാൻ വേണ്ടി ആൾക്കാർ കുറച്ച് പേര് വരും. എന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ അന്ന് ആ 10ാം നാൾ അന്ന് കുറച്ചധികം ആൾക്കാർ കാണുമെന്നാണ് അറിയാൻ സാധിച്ചത്. അവർ മനുഷ്യയില്ല, അവിടെ അപ്പച്ചൻ കിടന്ന് കുത്തിയിരുന്ന് ഉറങ്ങുന്നു. അവിടെ ആരുമില്ല. ചുറ്റുമുള്ള കാഴ്ചകളാണ് കാണുന്നത്. ആരുമില്ല, അനാഥാവസ്ഥയിൽ കിടക്കുകയാണ്. ശ്രീനാരായണീയർ എല്ലാവരും കാണേണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഉദാഹരണമായിട്ട് ഇതേ സമയത്ത് ഈ ശിവരാത്രി മഹോത്സവം നടക്കുന്ന ഇവിടെ അടുത്തുള്ള മറ്റൊരു ക്ഷേത്രത്തിൽ ഞാൻ പോയി അത് എടുത്ത് കാണിച്ചു. നാളെ തന്നെ പോയി എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ. അതായത് ശ്രീനാരായണ ഗുരുദേവൻ 45-ലധികം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും സിലോണിലും ഒക്കെ ആയിട്ട് 45-ലധികം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം ഈ മൂലസ്ഥാനമായി ഇവിടെ വരേണ്ടതാണ്. ഈ സിലോൺ എന്ന് പറയുന്ന ഇന്നത്തെ ശ്രീലങ്കയിൽ നിന്ന് സിലോൺ പിന്നെ മറ്റൊരു രാജ്യമാണെന്ന് പറയാം. തമിഴ്നാട്ടിലും ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, കർണാടക ക്ഷേത്രം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എല്ലാം തീർത്ഥാടകർ ഇവിടെ വരേണ്ടതാണ്. ദിവ്യശ്രീ ഭൈരവൻ ശാന്തി സ്വാമിയുടെ സമാധി മണ്ഡപത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിയും സമാധിയും ഇതുകൊണ്ടൊക്കെ ശിവരാത്രി മഹോത്സവത്തിന് മാത്രമല്ല, അതല്ലാതെയും ഇവിടെ ധാരാളം പേര് ദിനം പ്രതി തീർത്ഥാടകരും ടൂറിസ്റ്റുകളുമായിട്ട് വരേണ്ട ഒരു ഇടമാണ് ഇവിടെ. അപ്പോൾ ആ ഇടത്തിൽ 5 ഉത്സവ ദിവസം കിടപ്പ് കണ്ടിട്ട് എനിക്ക് കഷ്ടം തോന്നുന്നു. വളരെ ദയനീയതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാനിപ്പോൾ ഈ പറയുന്നത് തിരുത്തണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം അതുപോലുള്ള ആൾക്കാർ വരണം. അത് എവിടെ നിന്ന് വരാൻ? ആൾക്കാർ വരണമെന്നുണ്ടെങ്കിലും ഈ നാട്ടുകാരല്ലേ വരത്തുള്ളൂ. ഇതിപ്പം ഈ 9 ഉത്സവം 10 ഉത്സവമാണ് ഇവിടെ ഉള്ളത്. അതിൽ 9 ഉത്സവം നടത്തുന്നത് ഇവിടുത്തെ ഊരുകാരും കുടുംബക്കാരും ഒക്കെ ചേർന്നിട്ടാണ്. 9 കുടുംബക്കാരും ഊരുകാരും ഒക്കെ ചേർന്നിട്ടാണ് ഇവിടെ ഉത്സവം നടത്തുന്നത്. 10ാം ഉത്സവം ഈ മഠത്തിൻ്റെ ഉത്സവമായിട്ട് അങ്ങനെ നടത്തുകയാണ്. അപ്പം ഇവിടെ തീർത്ഥാടകർ വരണ്ടേ? ഇതിനെ നേതൃത്വം വഹിക്കുന്നവരെല്ലാം കഴിവുകെട്ടവരാണെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഞാൻ ഈ പറയുന്നത്. യാതൊരു കഴിവുകളും ഇല്ലാതെ തമ്മിൽ തല്ലുകയും തമ്മിൽ കുത്തുകയും തമ്മിൽ തല്ലി നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. തമ്മിൽ പാര പണിഞ്ഞ് നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന പ്രസ്ഥാനങ്ങളായിട്ട് SNDP അധപ്പതിച്ചു. വെറും ജാതീയ സംഘടനയായിട്ട് മാത്രം SNDP അധപ്പതിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ദിവ്യശ്രീ ഭൈരവൻ ശാന്തി സ്വാമി. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥാനമാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ഇനി ഇവിടെ ഈ ബലിതർപ്പണം എന്ന സ്ഥലമുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ പ്രാദേശിക SNDPകൾ കുറച്ചധികം ഉണ്ട്. അവരും ഈ കഴിവുകെട്ടവരായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുസ്ഥിതി വന്നത്. ഈ നമുക്ക് ഉത്സവമായിട്ട് പോലും ഇതിൻ്റെ ഈ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. എന്ത് മനോഹരമാവുകയും കിടക്കേണ്ടതെന്നില്ല, ചപ്പ് ചവറായിട്ട് കിടക്കുകയാണ്. ഇവിടെ ആരുമില്ല.
ഇതൊന്നും നോക്കാനോ പിടിക്കാനോ ഒന്നും ഇവിടെ ആരും ഇതില്ലെന്നേ. ആരും ഉത്തരവാദിത്തോടെ ഒന്നും കൈകാര്യം ചെയ്യാൻ പോലും ആരും ഇല്ലെന്നുള്ളൂ. ഇവിടെ എല്ലാം വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ എടുക്കാത്തത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അരിയപ്പുറമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ദൈവമായിട്ട് കണ്ട് എല്ലാം സമർപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അവരോടാണ് ഞാനീ പറഞ്ഞത്. ഒരു SNDP അറിയേണ്ട കാര്യമാണ് ഞാനീ പറയുന്നത്. ഇവിടെ പിന്നെ യുവാക്കൾ വരും, കുറച്ച് വരും, അല്ല കുളിക്കും. ഏതാനും അത് നിത്യേന ഉള്ള ഒരു കാര്യമാണ്. ഏതാനും പേര് പക്ഷെ നല്ല രീതിയിൽ ഈ പടിക്കെട്ടുകളും ഇതെല്ലാം ഒന്ന് കൈകാര്യം ചെയ്തൊന്ന് വൃത്തിയാക്കിയാൽ യുവാക്കളൊക്കെ കുളിക്കാൻ വേണ്ടിയിരിക്കുന്നത് നല്ല രീതിയിൽ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി മനോഹരമാക്കി ചെയ്തു കഴിഞ്ഞാൽ ധാരാളം ടൂറിസ്റ്റുകളും വരും. തീർത്ഥാടകരും വരേണ്ട ഒരു ഇടമാണ്. അതിൻ്റെ കിടപ്പ് കണ്ടിട്ടാണ് സഹിക്കാൻ പറ്റാത്തത്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഈ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അരിപ്പുറമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. കൊടിതൂക്കി മലയിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. ഇല്ല, അപ്പോൾ ഇവിടെ നിന്നാണ് നേരെ കൊടിതൂക്കി മലയിലേക്ക് പോകേണ്ടത്. ഇത് 800 മീറ്ററോളം കുത്തനെ കയറ്റമാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം ഇതാണ് കയറ്റമാണെന്നുള്ളത്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. അങ്ങനെ കുത്തനെ കയറ്റമാണ്. വെറും ജാതീയ സംഘടനയായിട്ട് അതപ്പതിച്ചതിൻ്റെ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇവിടെ ധാരാളം തീർത്ഥാടകരും ടൂറിസ്റ്റുകളും ദിനംപ്രതി വരേണ്ട ഒരു ഇടത്തിൻ്റെ ദുസ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ ഈ പ്രാദേശിക SNDPകളാണേലും അവർ ചെയ്യണ ഈ മഠവുമായിട്ട് അവർക്ക് എതിർപ്പാണ്. അവർ ഇവിടെ മഠത്തിൽ ഉള്ള സ്വാമി ചെയ്യണത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. സ്വാമി SNDPക്കാർ ചെയ്യുന്ന സ്വാമിക്ക് ഇഷ്ടപ്പെടത്തില്ല. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരും തല്ലും വഴക്കുകളൊക്കെയാണ് നടക്കുന്നത്. അത് തന്നെ ഇവിടുത്തെ കാര്യം മാത്രമല്ല, എല്ലാ SNDPയിലും നടക്കുന്ന കാര്യങ്ങളാണ്. സ്വന്തം കാര്യനേട്ടത്തിനും വേണ്ടി സ്വാർത്ഥ ലാഭത്തിനും വേണ്ടിയിട്ട് SNDPയെ എല്ലാവരും കൂടെ ഇല്ലാതാക്കിയെന്നുള്ളതാണ്. പണ്ട് കാലഘട്ടത്തിൽ ഈ സമാധി ദിനങ്ങളിലും ജയന്തി ദിനങ്ങളിലും ഒക്കെ ഓരോ SNDPയിലും പാട്ടുകളിടുമായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ജാതി ഒരു മതം എന്നുള്ള പാട്ടിട്ടതിന് ശേഷം ഇതര മതങ്ങളിലുള്ള ആരാധനാലയങ്ങളിലെ പാട്ടുകളൊക്കെ ഇടുന്നത് ഞാൻ എൻ്റെ നല്ല പ്രായത്തിലെല്ലാം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പിന്നീടുള്ള കാലഘട്ടത്തിൽ അതുപോലെ ചെയ്യുന്നത് കാണുന്നതേ ഇല്ല. അപ്പോൾ അതിന് ഉദാഹരണം തന്നെ വർഗീയമായിട്ട് തന്നെ ഇവർ ധ്രുവീകരണം ഉണ്ടായെന്നുള്ളതാണ്. അതായത് പണ്ട് ഈ ഡോക്ടർ പൽപ്പ് തുടങ്ങി വെച്ച ഈഴവ മഹാസഭ, ആ ഈഴവ മഹാസഭയിലേക്ക് അതപ്പതിച്ചുള്ളതിൻ്റെ ഉദാഹരണമാണ്. അതുകൊണ്ടാണല്ലോ ശ്രീനാരായണ ഗുരു ഈ SNDP എന്ന് പറയുന്ന ഇത് രൂപീകരിച്ചതിന് ശേഷം ഇവിടുന്ന് പിണങ്ങി സിലോണിലേക്ക് രണ്ടാമതും പോകേണ്ടി വന്നത്. തിരിച്ചു വരാതെ അവിടെ നിന്നപ്പോഴാണ് അവസാനം പിണങ്ങിപ്പോയതാണ്. കാര്യം ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വങ്ങൾക്ക് എതിരായിട്ട് ഇവർ പ്രവർത്തിച്ചതുകൊണ്ടാണ് പിണങ്ങിപ്പോകേണ്ടി വന്നത്. അതിൻ്റെ ഉദാഹരണം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ദളിതനെയും ആദിവാസി വിവാഹത്തെ എല്ലാം കൂടെ ചേർക്കണം, കൂടെ നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഇക്കാലം എത്രയായിട്ടും ഈ SNDP അത് ചെയ്തിട്ടില്ല. അതായത് വെറും ഈഴവ സംഘടനയായിട്ട് നിലനിർത്തുകയാണ് ചെയ്തത്. അല്ല അവരുടെ ജാതി മാറ്റണമെന്നൊന്നുമല്ല, SNDPയുടെ കൂടെ നിലനിർത്തിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ സങ്കല്പങ്ങൾ തത്വങ്ങൾക്കും ദർശനങ്ങൾക്കും എതിരായിട്ട് SNDP പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ തന്നെ നമ്മൾ നോക്കിയാലും ഭൗതികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എന്ത് മുന്നേറ്റം ഉണ്ടാകുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഈ ദളിത് വിഭാഗങ്ങളെയും ആദിവാസി വിഭാഗങ്ങളെയും കൂടെ SNDPയുടെ കൂടെ ചേർത്ത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അത് രാഷ്ട്രീയപരമായിട്ടും ഭൗതികപരമായിട്ടും വലിയ മുന്നേറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ആ സ്ഥാനത്താണ് ഇത്ര അതപ്പതിച്ച് കിടക്കുന്നത്. ഇതൊക്കെ ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു എവിഡൻസ് തരും. ഇതേ കണക്ക് ശിവരാത്രി മഹോത്സവം നടത്തുന്ന അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നാളെ പോയിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാം. പക്ഷേ വീഡിയോ വരുന്ന മറ്റന്നാളായിരിക്കും. ഞാനിപ്പോൾ ഒന്നത്തരാടമാണ് വീഡിയോ ഇടുന്നത്. തൊണ്ടയുടെയൊക്കെ ഒരു പ്രശ്നവും പനി വന്നതിന് ശേഷം കണ്ടിന്യൂട്ട് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഒന്നത്തരാടാണ് വീഡിയോ ഇടുന്നത്. 2 ദിവസം റെസ്റ്റ് എടുക്കും, 2 ദിവസം പോയി വീഡിയോ എടുക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇന്നും വീഡിയോ എടുക്കും, നാളെ അടുത്തുള്ള വേറെ ക്ഷേത്രത്തിൽ കൂടെ പോയി ഞാൻ വീഡിയോ എടുക്കും. അവിടെയും ഈ ഇതോടെ ശിവരാത്രി മഹോത്സവം നടക്കുകയാണ്. ഇതേ ഡേറ്റിൽ തന്നെ അവിടെയും നടക്കുകയാണ്. ഇവിടെയും 17-ാം തീയതി തുടങ്ങി 26-ാം തീയതി ഇതേ കണക്ക് തന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ശിവരാത്രി മഹോത്സവം നടക്കുന്നുണ്ട്. അതിമനോഹരമായിട്ട് എന്ത് ജനക്കൂട്ടമാണെന്നുള്ള ഞാൻ എവിഡൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം കഴിവുകെട്ടവരാണ് ഈ നേതൃത്വങ്ങളിൽ ഇരിക്കുന്നതെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത്. കൊടിതൂക്കും മലയും വെറുതെ വിജനമായിട്ട് കിടക്കുന്നു, ആരുമില്ല, ഒറ്റ പൂച്ചക്കാളി പോലും ഇവിടെ ഇല്ല. ഇതാണ് അവസ്ഥ. ഇതാണ് കൊടിതൂക്കി മല. ഈ കൊടിതൂക്കി മലയിൽ ഒരു മനുഷ്യരില്ല.
ഇവിടെ പയർ കൃഷിയും റബ്ബർ കൃഷിയൊക്കെ തന്നെ നടക്കുന്നത്. 137 വർഷം മുമ്പ് സനാതനധർമ്മം എങ്ങനെയായിരുന്നു എന്നുള്ള നമുക്കറിയാവുന്നതാണ്. ജാതി മേൽക്കോയ്മയുള്ളവൻ്റെ വീട്ടിൽ പകലാണെങ്കിൽ മെതിയടി നോക്കിയും രാത്രിയാണെങ്കിൽ ചൂട്ടുകെട്ടി നോക്കിയിട്ട് വേണമായിരുന്നു ഭർത്താക്കന്മാർക്കകത്ത് കയറാൻ ഉള്ള ഇത്. അതുപോലെ തന്നെ കീഴ്ജാതിയിൽപ്പെട്ടവർക്ക് മര്യാദക്ക് വഴി നടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ 137 വർഷം മുമ്പ് ഇവിടെ അരിയപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇപ്പോൾ രാഷ്ട്രീയക്കാർ അതിനെ മുതലെടുക്കുന്നുണ്ട്. സനാതനധർമ്മമല്ല, മാങ്ങാത്തൊലിയല്ല, തേങ്ങാത്തൊലിയല്ല എന്ന് പറയും. അപ്പോൾ യഥാർത്ഥ സനാതനധർമ്മം എന്താണെന്നുള്ളത് കാട്ടിക്കൊടുത്തൊരു മഹാനായൊരു വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിവേകാനന്ദൻ ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത് ഇതൊരു പ്രാന്താലയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാന്തന്മാരെ തിരുത്താൻ പറ്റില്ല. അങ്ങനെ ആ പ്രാന്താലയത്തിലെ പ്രാന്തന്മാരുടെ കൂടെ നിന്ന് അവരെ തിരുത്തിയ ചരിത്രമാണ് ശ്രീനാരായണ ഗുരുദേവനുള്ളത്. അതുപോലെ തന്നെ വിശക്കുന്നവനെ ഉപദേശിക്കരുതെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. ആ വിശക്കുന്നവനെ ഉപദേശിച്ചും നേരെയാക്കിയ മഹാനായ വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം വെച്ചാൽ 1916 ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ ആളല്ല, സംവത്സരങ്ങൾക്ക് മുന്നേ തന്നെ അതെല്ലാം ഞാൻ ഉപേക്ഷിക്കപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം SNDP എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം വെറും ഈഴവ സംഘടനയായിട്ട് അധപ്പതിച്ചുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ അരിയപ്പുറം ഈ ദുസ്ഥിതിയിലേക്ക് വന്നു കിടക്കുന്നത്. അതായത് ദിനം പ്രതി ധാരാളം പേര് വരേണ്ട ഒരു ഇടമാണ് ഇവിടെ. ആ സ്ഥാനത്ത് ഇന്ന് ശിവരാത്രി മഹോത്സവത്തിൻ്റെ 5ാം ദിവസമായിട്ട് പോലും ഇവിടെ ഒരു പൂച്ചക്കാളി പോലും ഇല്ലെന്നുള്ളതാണ്. ഹിന്ദു ആചാരപ്രകാരം 45ഓളം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളൊരു വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുദേവൻ. സനാതനധർമ്മം പാലിച്ചുകൊണ്ട് തന്നെ ധാരാളം ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആരാധനാലയങ്ങൾക്ക് വേണ്ടിയിട്ട് പൂജാകീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവദശകം എല്ലാ സ്കൂളുകളിലും എല്ലാ ആരാധനാലയങ്ങളിലും ഇന്നും ലോകത്തിലുള്ള എല്ലാ ആരാധനാലയങ്ങളിലും എല്ലാ സ്കൂളുകളിലും ചൊല്ലാവുന്ന ദൈവദശകം ശ്ലോകം ശ്രീനാരായണ ഗുരുവിൻ്റെ മാത്രമാണ്. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവദശകം എന്ന് പറയുന്നത് ഏതൊരു ആരാധനാലയത്തിലും ചൊല്ലാവുന്നതാണ്. അത് മാത്രമല്ല, നമ്മുടെ സ്കൂളുകളിൽ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലുമൊക്കെ ഒരു ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈശ്വര പ്രാർത്ഥന ആക്കി മാറ്റണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ജാതിയോ മതമോ വർണ്ണമോ ഒന്നുമില്ലാതെ കറക്റ്റ് ഈശ്വരനെ അത് എല്ലാ മതത്തിലുള്ള ദൈവങ്ങൾക്കും ഒരേപോലെ യോജിക്കുന്ന ഈശ്വര പ്രാർത്ഥനയാണെന്നുള്ളതാണ് എൻ്റെ വസ്തുത. SNDP നടേശോട് പറയാനുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കേരളത്തിലെ സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാം വെള്ളാപ്പള്ളി നടേശൻ ഈ SNDPയുടെ കയ്യിലാണ്. SNDPയുടെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു ഏറ്റവും കുറഞ്ഞതിൽ 2000 ഏക്കർ സ്ഥലമെങ്കിലും പ്രത്യേക സാമ്പത്തിക മേഖലയായിട്ട് മാറ്റുകയും വ്യവസായ മേഖലയായിട്ട് പ്രഖ്യാപിക്കാനും SNDPക്ക് സാധിക്കണം. അത് വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ അതിന് മുതിരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു സർക്കാർ ഇനി 1 വർഷം കൂടെ ഉള്ളു. ഈ 1 വർഷത്തിനുള്ളിൽ അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അടുത്ത UDF സർക്കാർ വരുമ്പോൾ അത് നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരു പ്രത്യേക സാമ്പത്തിക മേഖലയായിട്ട് വ്യവസായ മേഖലയായിട്ട് ഇത് പ്രഖ്യാപിച്ചാൽ മാത്രമേ ഇവിടെ ഒരു ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ മുൻ മീഡിയയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ കൊടിതൂക്കിയ മലയിലേക്കുള്ള കേബിൾ കാർ സംവിധാനം വരണമെന്ന്. അതുപോലെ തന്നെ കേബിൾ കാർ സംവിധാനം മാത്രമല്ല, ശ്രീനാരായണ ഗുരുദേവൻ്റെ വലിയ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിക്കണമെന്നുള്ള. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ സ്ഥാപിച്ചാണ് ആഴിമല ക്ഷേത്രം. അവിടെ എന്തുമാത്രം ടൂറിസ്റ്റുകളാണ്, എന്തുമാത്രം തീർത്ഥാടകരാണ് വരുന്നതെന്നുള്ള പോയി കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ ഇവിടെ അടുത്ത് വേറെയും ശിവക്ഷേത്രമുണ്ട്. ഇത് ഇന്നത്തെ കേട്ട് നാളെ പോകുന്നത് ആ ശിവക്ഷേത്രത്തിൽ പോയി കണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം എന്തുമാത്രം ജനങ്ങളാണ് അവിടെ വരുന്നതെന്നുള്ളത് അവിടെ കാണാൻ സാധിക്കും. അത്രയ്ക്ക് ധാരാളം തീർത്ഥാടകരാണ് ആ ക്ഷേത്രങ്ങളെല്ലാം വരുമ്പോൾ ഇവിടെ ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളുടെ യഥാർത്ഥ വക്താവെന്ന് പറയുന്നത് സത്യവ്രത സ്വാമിയാണ്. അദ്ദേഹമാണ് ജാതി ചിന്തകളോ യാതൊന്നുമില്ലാതെ ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വചിന്ത ആ വക്താവായിട്ട് അകമഴിഞ്ഞ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിത്വമാണ് സത്യവ്രത സ്വാമികൾ. അതേപോലെ ഈ കാലഘട്ടത്തിലുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതീകമായിട്ടുള്ള സ്വാമിജിമാർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. ശിവഗിരി തീർത്ഥാടനമായിട്ട് ബന്ധപ്പെട്ടും
ശിവരാത്രി മഹോത്സവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സമ്മേളനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതല്ലാതെ എന്തെങ്കിലും ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വങ്ങളുടെ വക്താക്കളായിട്ട് അത് നടപ്പിൽ വരണമെന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്ന എത്ര സ്വാമിജിമാരുണ്ട് എന്ന് ചിന്തിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ്റെ പിൻതലമുറ സ്വാമിജിമാരുണ്ടെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാര്യം ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ SNDP ഒരു തട്ടിൽ, സ്വാമിജി മഠം വേറൊരു തട്ടിൽ, അങ്ങനെ 2-3 തട്ടുകളായിട്ട് മാറിക്കൊണ്ട് ഇതിനെ വെറും ജാതീയമായ രീതിയിൽ ഒരു വിഭാഗം കൊണ്ടുപോവുകയും മറ്റൊരു വിഭാഗം ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വങ്ങളെ മറന്ന് സുഖലോലിപ ജീവിതം നയിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതായത് ജയന്തിയും സമാധിയും ശിവഗിരി തീർത്ഥാടനവും ശിവരാത്രി മഹോത്സവമൊക്കെ വരുമ്പോൾ മാത്രം ഒന്ന് ചടകുടഞ്ഞ് എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് വീണ്ടും ഇല്ലെങ്കിൽ ഇത്രയും കാലഘട്ടമായിട്ടും ഈ അരിയപ്പുറം ഇത്ര കഥപ്പതിച്ച് കിടക്കത്തില്ല. ഇപ്പോൾ തന്നെ 5 ഉത്സവമാണ് ഇവിടെ, എന്നിട്ട് പോലും ഒരു പൂച്ചക്കാട് പോലും ഇല്ല, ഇവിടെ നിന്ന് വൃത്തിയാക്കാൻ പോലും ആരുമില്ലെന്നുള്ളതാണ്. ഇവിടുത്തെ കരക്കാരുമില്ല, ആരുമില്ല, അങ്ങനെ കിടക്കുന്നു. അതാണ് അവസ്ഥ. ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വങ്ങൾക്ക് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ശ്രീനാരായണ ഗുരുവിന് ബോധ്യമായതുകൊണ്ടാണ് ഇവിടുന്ന് സിലോണിലേക്ക് 2ാമത് ശ്രീനാരായണ ഗുരുദേവൻ പോകേണ്ടി വന്നത്. അപ്പം ആ കാലഘട്ടത്തിൽ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞാണ് ദളിതനെയും ആദിവാസി വിഭാഗത്തെയും എല്ലാം നമ്മുടെ കൂടെ ചേർത്ത് നിർത്തണമെന്ന് പറഞ്ഞാണ്. അത് നിർത്തിയിരുന്നെങ്കിൽ തന്നെ എന്തും വലിയ മുന്നേറ്റം ഉണ്ടാവുമെന്ന് നോക്കുക. ഈ സ്വാമിജിമാർ ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ അതിനു വേണ്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അതേപോലെ തന്നെ ഇവിടെ ഈ അരിയപ്പുറത്തിൻ്റെ വികസനത്തിന് വേണ്ടി SNDPയുടെ പരമോന്നത നേതാവായ ശ്രീ വെള്ളാപ്പള്ളി നടേശനോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ LDF സർക്കാരും കേന്ദ്ര സർക്കാരും SNDPയുടെ പോക്കറ്റ് ഇരിക്കുന്ന പോലെയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും ഇനി 1 വർഷം കൂടെ ഉള്ളൂ ഇവിടെ LDF സർക്കാരിന്. അത് കഴിയുമ്പോൾ അടുത്തത് UDF സർക്കാരായിരിക്കാം വരാൻ സാധ്യത. നമ്മുടെ ഇവിടുത്തെ മാറി വരുന്ന സർക്കാരിൻ്റെ ഇതാണല്ലോ ഉള്ളത്. അപ്പോൾ അടുത്ത UDF സർക്കാരായിരിക്കാം വരാം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെ ഇനി 1 വർഷം കൂടെ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ തന്നെ ഇതൊരു പ്രത്യേക സാമ്പത്തിക മേഖലയായിട്ട് പ്രഖ്യാപിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു വ്യവസായ മേഖലയായിട്ട് പ്രഖ്യാപിക്കണം. എത്ര ഈടവരാണ് ഇവിടെ വ്യവസായികളായിട്ടുള്ളത്? ഇതിൻ്റെ ചുറ്റുവട്ടം 1000-2000 ഏക്കർ ചുറ്റുവട്ടം പ്രത്യേക സാമ്പത്തിക മേഖലയും വ്യവസായ മേഖലയുമായിട്ടൊക്കെ പ്രഖ്യാപിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് വെള്ളാപ്പള്ളി നടേശൻ അതിന് മുൻകൈ എടുക്കണം. ഈ സർക്കാരിനെ കൊണ്ട് അത് പ്രഖ്യാപിപ്പിച്ചാൽ അടുത്ത UDF സർക്കാരിനെ കൊണ്ട് അത് നടപ്പിൽ വരുത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ ഇവിടെ വികസനം വരത്തില്ല. അതേപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും വലിയ പ്രതിമ വരേണ്ടത് ഇവിടെയാണ്. മറ്റേത് ക്ഷേത്രത്തെക്കാളും വലിയ പ്രതിമ ശ്രീനാരായണ ഗുരുദേവൻ ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നതായിട്ട് ഒരു വലിയൊരു പ്രതിമ ഇവിടെ വരെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവിടെയാണ് സ്ഥാപിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരേണ്ട ഒരു ഇടം എന്ന് പറയുന്നത് ഇവിടെയാണ്. നവോത്ഥാനത്തിൻ്റെ ഈറ്റിലം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് തുടക്കം. അതിനു മുമ്പുള്ള സനാതന ധർമ്മമൊക്കെ എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം ആ യഥാർത്ഥ സനാതന ധർമ്മം കാട്ടിക്കൊടുത്ത ഒരു മഹത് വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ അതിന് തുടക്കമിട്ട് ഇവിടെയാണ് വലിയ വികസനം ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, വ്യവസായം കൊണ്ടാണ് ഉന്നതി ഉണ്ടാകണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബോർഡ് തന്നെയാണ് ഈ അരിയപ്പുറത്ത് ക്ഷേത്രത്തിന് മുമ്പിൽ പതിച്ചു വെച്ചിരിക്കുന്നത്. കാലഹരണപ്പെട്ടെങ്കിലും ഇപ്പോഴും അതോടെ ഉണ്ട്. അപ്പം ആ വ്യവസായം തുടങ്ങേണ്ടത്, വ്യവസായം ആരംഭിക്കേണ്ട ഇതിന് ചുറ്റും നിന്നാണ്. അത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതിൽ ഏറ്റവും മോശം പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ പെരുങ്കടവൂർ പഞ്ചായത്താണ്. അത്രയ്ക്ക് മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും ഡൗൺ അടിച്ച് കിടക്കുന്ന ഒരു പഞ്ചായത്ത് കൂടെയാണ് ഈ പെരുങ്കടവൂർ പഞ്ചായത്ത്. കുറച്ച് ഭാഗം നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയുമായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളാപ്പള്ളി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുൻകൈയെടുത്ത് ഇവിടം പ്രത്യേക സാമ്പത്തിക മേഖലയായിട്ടും പ്രത്യേക വ്യവസായ മേഖലയായിട്ടും പ്രഖ്യാപിക്കാൻ വേണ്ടി സർക്കാരിന് അതിന് വേണ്ടി പ്രഷർ ചെലുത്തണമെന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതുകൂടാതെ ഇവിടെ കേബിൾ കാർ സംവിധാനം വരണം. ഇവിടെ തീർത്ഥാടകരായിട്ട് വരുന്നവരിൽ ബഹുഭൂരിപക്ഷവും ഈ കൊടിതൂക്കിയ മലയിൽ ഈ കയറ്റം കുറച്ച് കയറിയിട്ട് ഇറങ്ങിപ്പോകുന്നൊരവസ്ഥയാണുള്ളത്. അതിന് മാറ്റം വരുത്തണം. അതുകൊണ്ട് ഇവിടെ കേബിൾ കാർ സംവിധാനം വന്നേ മതിയാകത്തുള്ളൂ. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രതിമ വരേണ്ടത് ഇവിടെയാണ്. അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമ തന്നെയാണ് വരേണ്ടത്. അത് ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നതായിട്ടുള്ള ഒരു പ്രതിമയാണ് വരേണ്ടത്. പിന്നെ പോരാത്തതിന് വേണമെങ്കിൽ അതിൻ്റെ പിന്നിലായിട്ട് വേണമെങ്കിൽ വലിയ ശിവപ്രതിമയും കൂടെ സ്ഥാപിക്കാം. അങ്ങനെ സ്ഥാപിച്ച് വലിയ മനോഹരമായ ശിവപ്രതിമ ഒരു 1-2 ഏക്കർ ഇതിൻ്റെ ബാക്ക് വശം, കൊടിത്തൂക്കാമലയുടെ ബാക്ക് വശം തയ്യാറാക്കി എടുത്തിട്ട് പാർക്ക് സംവിധാനത്തിൽ ചെയ്ത് വളരെ മനോഹരമാക്കി ചെയ്യേണ്ട ഒരു ഇടമാണ്. അത് മാത്രമല്ല, കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലാം
സിലോണിലും എല്ലാം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച മഹാഗുരുവാണ്. അപ്പോൾ അവിടെ നിന്നെല്ലാം തീർത്ഥാടകർ വരേണ്ട ഒരു ഇടമാണ്. ഇവിടെ ശിവരി തീർത്ഥാടനത്തിന് ഏതെങ്കിലുമൊക്കെ SNDP പ്രഷർ ചെലുത്തിയിട്ട് വരുന്ന തീർത്ഥാടകരല്ലാതെ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാത്തൊരു അവസ്ഥയിലാണ് ഈ അരിപ്പുറം കിടക്കുന്നത്. അതിനൊരു മാറ്റം ഉണ്ടായേ മതിയാകത്തുള്ളൂ. അപ്പം ഇവിടെ നടക്കുന്ന പറയുന്ന മഠം ഒരു വഴിക്ക് പോകും, മഠവും സ്വാമിമാരും വേറെ ചിന്താഗതിയും വേറെ കാര്യങ്ങളുമായിട്ട്, SNDP ജാതീയമായ ചിന്താഗതിയുമായിട്ട് അങ്ങനെ പോയി സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി SNDP വിനിയോഗിക്കുന്നതാണ് ഒട്ടുമിക്ക SNDP നേതൃത്വത്തിൻ്റെയും നേതൃത്വം ചെയ്യുന്നത്. ഇവരൊക്കെ കഴിവുകെട്ടവന്മാരാണെന്നുള്ളൊരു തെളിവാണ് ഈ കാണുന്നത്. ഇല്ലെങ്കിൽ ഇത്ര അതപ്പതിച്ച് കിടക്കുമോ? ഇവിടെ തന്നെ ചുറ്റിനും SNDP, എത്ര SNDPകളുണ്ട്? ആ SNDPകളെ വിചാരിച്ചാലും നടക്കും. അത് മാത്രമല്ല, കേരളത്തിലുള്ള ഓരോ SNDPയിൽ നിന്ന് ഒരു വർഷത്തിൽ ഒരു ഓഹരിയെങ്കിലും ഈ അരിപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കും. മാത്രമല്ല, ഇവിടെ നിന്നാണ് വ്യവസായങ്ങൾ തുടങ്ങേണ്ടത്. അപ്പോൾ ഇതിന് ചുറ്റും വ്യവസായങ്ങൾ വരണം. ഇവിടെ വിഴിഞ്ഞം പോലുള്ള വലിയ അന്താരാഷ്ട്ര സീപോർട്ടുകളൊക്കെ വരികയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ, ഒരുപാട് വ്യവസായങ്ങൾ ഇവിടെ നടത്താൻ പറ്റും. റബ്ബർ വ്യവസായം, റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെ നടത്താൻ പറ്റും. നെയ്യാർ ഇതിൻ്റെ സമീപത്തോടെ ഒഴുകുന്നതുകൊണ്ട് വെള്ളത്തിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ധാരാളം വെള്ളത്തിനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനോട് തീരം ചേർന്ന് ധാരാളം ഫാക്ടറികളും കമ്പനികളും തൊഴിൽ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ പറ്റും. ഫുഡ് സംബന്ധമായ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ പറ്റും. ടെക്സ്റ്റൈൽ സംബന്ധമായ ഒരുപാട് സാധനങ്ങളൊക്കെ തുടങ്ങാൻ പറ്റും. ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലേക്ക് വേണ്ട പൂജാ സാധനങ്ങളുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ തുടങ്ങാൻ പറ്റും. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ ഇതിന് ചുറ്റും തുടങ്ങാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഓരോ SNDPക്കാരനും ശ്രീനാരായണ ഗുരുദേവനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഓരോ നാരായണീയരും ഞാൻ ഈ പറയുന്നത് ഇത് ഇവിടുത്തെ വികസനത്തിന് വേണ്ടി പറയുന്നതാണ്. മുൻ മീഡിയയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നത്. ഇനി വന്നാലും ഇതൊക്കെ തന്നെ ഞാൻ പറയത്തുള്ളൂ. ഇവിടുത്തെ ഡെവലപ്പിങ് കാണുന്നവരെ ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇതിനകത്ത് ഇപ്പം ഇവിടെ തന്നെ ചുറ്റിനും എത്ര SNDPക്കാരുണ്ടെന്നറിയാമോ? കഴിവുകൊട്ടവരായതുകൊണ്ടാണ് ഇതിനൊക്കെ അതപ്പതിച്ച് കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മാറ്റം വരുത്തണം. തമ്മിലടി മാറ്റിയിട്ട് ഈ അരിപ്പുറം വികസിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ ചിന്തിക്കാം, എങ്ങനെ പ്രവർത്തിക്കാമെന്ന് ആലോചിക്കണം. കേരളത്തിലുള്ള ഓരോ SNDP ശാഖയിൽ നിന്നും തുച്ഛമായൊരു പൈസയാണെങ്കിലും ഇവിടെ ഇതിൻ്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നടക്കും. ഇവിടുത്തെ ശിവരാത്രി മഹോത്സവത്തിന് വേണ്ടി അയച്ചാലും നടക്കും. ഇവിടെ എല്ലാ കലാപരിപാടികളും വരേണ്ട ഒരു ഇടമാണ്. ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ കലാപരിപാടികളും നടത്താം, മുസ്ലിങ്ങളുടെയും കലാപരിപാടികൾ നടത്താം. ഇത് ഒരു ജാതീയ ഇതായിട്ട് മാറ്റരുതെന്നുള്ളതാണ്. എല്ലാവരും വന്നു പോകേണ്ട ഒരു ഇടമാണിത്. അപ്പോൾ ആ രീതിയിലേക്ക് ഇവിടെ വികസിക്കേണ്ടതുണ്ട്. ഇവിടെ മുകളിൽ നല്ലൊരു പാർക്ക് സംവിധാനം ഇറക്കേണ്ടതുണ്ട്. ഈ കൊടികുക്കമലയുടെ താഴത്ത് നിൽപ്പോട്ട് കയറി വരുന്നതിൻ്റെ ആ ഭാഗങ്ങൾ, ഇരു ഭാഗങ്ങളിൽ കോഫി ഷോപ്പുകളും ചെറിയ ചെറിയ കോഫി ഷോപ്പുകളും സ്നാക്സും ഒക്കെ കൊടുക്കുന്ന ചെറിയൊരു കട പോലെ ഒരു ഷോപ്പും വെച്ചിട്ട് അവിടെയും ചെറിയ ചെറിയ പാർക്കുകളൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ വരുന്നവർക്ക് വെള്ളവും ചായയൊക്കെ കുടിക്കുകയും ചെയ്യും, കുറച്ച് വിശ്രമിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും കയറി വരാൻ പറ്റും. ഞാനീ പറഞ്ഞു വരുന്നത് ഓരോ ശ്രീനാരായണീയരും ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടുത്തെ അവസ്ഥ മനസ്സിലാക്കുക. ആരുമില്ല ഇവിടെ. 5ാം ഉത്സവമായിട്ട് ഇവിടെ കുറച്ച് ഈ നാട്ടുകാരങ്ങൾ കുറച്ച് പേരെങ്കിലും എത്തി നോക്കാനെങ്കിലും വരണ്ടെന്നേ, അതുമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ശ്രീനാരായണീയരും ഇത് വേണ്ടപ്പെട്ടവരിലേക്ക് എത്തുന്നത് വരെ ഷെയർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് അത് വേണ്ടപ്പെട്ടവരിലേക്കൊക്കെ എത്തുന്നവരെ ഷെയർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മുൻ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു കൈപ്പുസ്തകം അടിക്കുന്ന കാര്യം. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തപരമായ ഭാഷകളുണ്ട്. ആ ഭാഷകളിലെല്ലാം നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ദർശനങ്ങൾ, ആ തത്വങ്ങൾ, നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട തത്വങ്ങൾ, സംക്ഷിപ്ത രൂപങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതിക്കൊണ്ടൊരു കൊച്ചു കൈപ്പുസ്തകം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കേബിൾക്കാരന് പാസ് എടുക്കുന്നവർക്ക് അത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഓരോ ഭാഷയിലും നമുക്ക് വ്യത്യസ്തപരമായ രീതിയിൽ കൂടുതൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ പുസ്തകങ്ങൾ അടിച്ചിറക്കിയ റെക്കോർഡുകളും നമുക്ക് കിട്ടും. അത് മാത്രമല്ല എല്ലാവർക്കും എന്താണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വങ്ങളെന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഒന്നുമില്ലെങ്കിലും കർണാടകയിലും തമിഴ്നാട്, നമ്മുടെ സമീപ സംസ്ഥാനങ്ങളായ കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇവിടെ തീർത്ഥാടകരെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുപോലെ നടക്കുന്നില്ല. നമ്മുടെ കേരളത്തിലുള്ളവരെങ്കിലും ഇവിടെ വരണ്ടേ?
ആ കേരളത്തിലുള്ളവർ പോലെ ഇവിടെ തീർത്ഥാടകരായിട്ട് വരുന്നില്ല എന്നുള്ളത്. ഈ പ്രദേശവാസികൾ പോലെ ഈ 10 ദിവസത്തെ ഉത്സവത്തിന് പോലും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നില്ല. അവർ ഉച്ചയ്ക്ക് വന്നിട്ട് ശാപ്പാടും കഴിച്ച് ഇറങ്ങുന്ന പരിപാടിയാണ് കാണുന്നത്. അപ്പോൾ അവരെ പോലുള്ള ഈ നാട്ടുകാർ ഓരോ ഇവിടെ തന്നെ ഓരോ ഊരും ഓരോ കുടുംബക്കാരും ഓരോ ഊരുമാണ് ഈ 9 ദിവസത്തെ ഉത്സവം നടത്തുന്നത്. 10ാമത്തെ ഉത്സവമാണ് മട നടത്തുന്നത്. അപ്പോൾ ഓരോ ഊരിലുള്ളവർ ആ ദിവസമെങ്കിലും ഇവിടെ കാണണ്ടേ? ആ 9 ദിവസം ഇപ്പോൾ ഇന്ന് 5ാം ഉത്സവം, ആ 5ാം ഉത്സവം നടത്തുന്ന ആ ഊരിലുള്ളവരും എങ്കിലും ഈ ദിവസം മുഴുവൻ ഇവിടെ കാണേണ്ടതല്ലേ? അത്രയും പേരുണ്ടെങ്കിൽ തന്നെ ഇവിടെ എല്ലാം നല്ല മനോഹരമായിട്ട് വൃത്തിയാക്കിയിടാനും പറ്റും. ഒരു സേവനം പോലെ വൃത്തിയാക്കിയിടാനും പറ്റും, അത്ര മനോഹരമാക്കാനും പറ്റും. അങ്ങനെ ആത്മാർത്ഥപരമായിട്ട് പോലും ഇല്ല. ഇത് ചുമ്മാ പ്രകസനത്തിന് വേണ്ടി ഒരു 10 ദിവസത്തെ ശിവരാത്രി മഹോത്സവം നടത്തുന്നതല്ലാതെ ഇവിടെ വേറെ യാതൊന്നുമില്ല. നിങ്ങൾക്കതിന് ഉദാഹരണം കാണിച്ചു. നാളെ തന്നെ ഞാൻ വേറെ ശിവരാത്രി മഹോത്സവം നടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കാണിച്ചു എന്തുമാത്രം ആൾത്തിരക്കാണ്, എന്തുമാത്രം പേരാണ് അവിടെ വന്നു പോകുന്നതെന്നുള്ള കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന കാര്യം. യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള എല്ലാവരും വരേണ്ട ഒരു ഇടപാട് ഇവിടെ. അതിങ്ങനെ അതപ്പതിച്ച് ഇട്ടതിൻ്റെ ഉത്തരവാദിത്വം SNDP ശാഖാ നേതൃത്വങ്ങൾക്കും ഈ മഠാധിപന്മാർക്കും ആണ് ഉള്ളതെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. രാഷ്ട്രീയ പാർട്ടികൾ വർഗീയമായും അല്ലാതെയും മുതലെടുപ്പ് രാഷ്ട്രീയമാണ് അവർ ചെയ്യണത്. അവർക്ക് വശംവദരായി ആ രാഷ്ട്രീയം കളിക്കുന്നവരുമാണ് ഇതിനെ ഈ രീതിയിലേക്ക് അതപ്പതിച്ച് ഇട്ടിരിക്കുന്നതെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഈ ശിവര തീർത്ഥാടന കാലഘട്ടത്തിൽ തന്നെ സനാതനധർമ്മം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കും അറിയാത്തതാണ്. 45ഓളം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച് ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മമല്ല പിന്നെ വേറെ എന്താണ് ചെയ്തിരിക്കുന്നത്? ക്ഷേത്രങ്ങൾക്ക് വേണ്ട ഗാനങ്ങളും ശ്ലോകങ്ങളും ഒക്കെ ചിട്ടപ്പെടുത്തിയ മഹത് വ്യക്തിയാണ്. അപ്പോൾ സനാതനധർമ്മമല്ലേ? യഥാർത്ഥ സനാതനധർമ്മം എന്താണെന്ന് കാണിച്ചു തന്ന വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതിന് മുമ്പുള്ള സനാതനധർമ്മം എന്താ, ഹിന്ദു ധർമ്മം എന്താണ്, സനാതനധർമ്മം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം വ്യക്തമായ ചരിത്രരേഖകളിൽ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ദയവ് ചെയ്ത് ശ്രീനാരായണ ഗുരുദേവനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. ഇവിടെ അത്ര മനോഹരമാക്കി ഇവിടെ മാറ്റേണ്ട ആവശ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് മാറ്റുന്നവരെ ഞാനിത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി തുടർന്നുകൊണ്ടേയിരിക്കും. കേരളത്തിൽ മറ്റ് ഏത് ആരാധനാലയത്തേക്കാളും വേറെ ഏത് സാംസ്കാരിക സ്ഥാപനത്തേക്കാളും ഉന്നതിയിൽ നിൽക്കേണ്ട ഒരു സ്ഥലം ഇവിടെ അരിയപ്പുറമാണ്. ഇവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഇവിടെ നല്ല രീതിയിലേക്ക് ഡെവലപ്പായി വന്നേ മതിയാകത്തുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമയോടെ പരിശ്രമിക്കണം. ഞാൻ എൻ്റേതായിട്ടുള്ള ആ ചെറിയ കാഴ്ചപ്പാടും കാര്യങ്ങളുമാണ് പറഞ്ഞത്. ഇതിനേക്കാളും നല്ല മഹത്തായ കാഴ്ചപ്പാടും ചിന്തകളും നിങ്ങൾക്കുണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനു വേണ്ടി മുൻകൈ എടുക്കണം. ഓരോ നാരായണീയരും മുൻകൈ എടുക്കും. ഇപ്പം 7 മണിയായി. ഇവിടെ അരിയപ്പുറത്ത് ഇവിടെ എഴുന്നള്ളത്തിൻ്റെ നേരമായിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ ആരുമില്ലെന്ന് തന്നെ പറയാം. നോക്കണ്ട, കറക്റ്റ് 7 മണി നേരമായി. ഇവിടെ എങ്ങും ആരുമില്ല. ഒരു മനുഷ്യരെ ഒരു 5-6 പേരാണുള്ളത്. ഈ ഓരോ ദിവസവും ഓരോ ഊരുകാരാണ്. അങ്ങനെ 9 ദിവസം ഓരോ ഊരുകാരും കുടുംബക്കാരുമാണ് ഈ ഉത്സവം നടത്തുന്നത്. ആ ഊരുകാരെങ്കിലും ഇവിടെ വരണ്ടേന്നേ, അവരും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് വ്യക്തമായ ആൻസർ എന്ന് എനിക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചു വെച്ചാൽ ഇവിടെ നാട്ടുകാർ ഒരു വശം, SNDP മറ്റൊരു വശം, ഈ മഠം വേറൊരു വശം, അങ്ങനെ മൂന്ന് തട്ടിൽ നിൽക്കുക. ഇത് തമ്മിൽ കൂടിച്ചേരുമില്ല. ഇവർ തമ്മിലൊന്നും ഒരു കൂടിയാലോചനയുമില്ല. ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട ഈ വാർഷികമായിട്ട് ബന്ധപ്പെട്ട ഇവർ തമ്മിൽ യാതൊരു കൂടിയാലോചനയില്ല. നാട്ടുകാരിവിടെ ആരും സഹകരിക്കുന്നില്ല. ഇനി ഇവിടെ കുറച്ച് ആൾക്കാർ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ശിവരാത്രി മഹോത്സവത്തിൻ്റെ അന്ന് കുറച്ച് പേര് വന്നെങ്കിലായെന്നാണ് നാട്ടുകാർ പറയണത്. അതല്ലാതെ ഇന്നിപ്പോൾ 5ാമത്തെ ദിവസമാണ്. ഈ 5ാമത്തെ ദിവസം ഇവിടെ ആ കുടുംബക്കാരും ഊരുകാരെങ്കിലും കൂടെ കാണും. ഇവിടെ ആരുമില്ല. ഇന്നിപ്പോൾ ഇന്ന് 5ാം ഉത്സവമാണ്. 7 മണി നേരം ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക. ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഇതാണ് ഒരു അരിയപ്പുറം മഠത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെയൊക്കെ അവസ്ഥ. ഇതാണ്, നോക്കി ആരെങ്കിലും ഉണ്ടാകുന്ന നോക്കി. ഏറ്റവും കൂടുതൽ വരുന്ന ഇവിടെ കൂടുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലാണ്. എഴുന്നള്ളിപ്പ് നടക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ എഴുന്നള്ളിപ്പ് കൂടെ നമുക്ക് കണ്ട് അങ്ങ് പിരിയാം.
ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. ഒരു 10-30 പേര് കാണും. അരിയപ്പുറത്ത് ക്ഷേത്രോത്സവത്തിന് 10-30 പേരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ. നിങ്ങൾ തന്നെ എണ്ണി നോക്കി, നിങ്ങൾക്ക് എണ്ണാവുന്നത്രേ ഉള്ളൂ. രണ്ട് കൈയും കാലിൽ കൈയിലുള്ള ഇതിൽ എണ്ണാവുന്നത്രേ ഉള്ളൂ. ശിവഗിരി മഠം ഒരു തട്ടിൽ, നാട്ടുകാർ വേറെ തട്ടിൽ, SNDP മറ്റൊരു തട്ടിൽ, ഇങ്ങനെ മൂന്ന് തട്ടിൽ കിടന്ന് തർക്കവും തല്ലുമാണ് ഇവിടെ. ആരും തമ്മിൽ ഇവിടെ ശിവരാത്രി മഹോത്സവമായിട്ട് ബന്ധപ്പെട്ടോ ശിവഗിരി തീർത്ഥാടനമായിട്ട് ബന്ധപ്പെട്ടോ ഇവിടെ ഒരു കൂടിയാലോചന നടക്കുന്നില്ല, യാതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ അകപ്പതിച്ച് കിടക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം. ഇതേ സമയത്ത് തന്നെ മറ്റ് ശിവക്ഷേത്രങ്ങളിൽ പോയി നോക്കുക, ഈ സമയത്ത് തന്നെ അവിടെ ധാരാളം ആൾക്കാരാണ്, തിങ്ങി നിറഞ്ഞ ആൾക്കാരാണ്. അപ്പം ആ സ്ഥാനത്താണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നതെന്നുള്ളതാണ്. യാതൊരുവിധ ഉയർച്ചയില്ല. കണ്ട ഇപ്പം തന്നെ ഒരു കുടുംബക്ഷേത്രത്തിൽ ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ കാണത്തില്ലേ ഉത്സവങ്ങളിൽ? ഒരു കുടുംബക്ഷേത്രത്തിൽ ഇത് കണ്ട ഇപ്പോൾ ഒരു 25 പേരല്ലാതെ അതിനേക്കുള്ള ആളില്ല. ഇത് സാധാരണ ചെറിയൊരു കുടുംബക്ഷേത്രത്തിൽ പോലും ഒരു ഉത്സവമായി കഴിഞ്ഞാൽ എന്തുമാത്രം ആൾക്കാരാണ് വരുന്നത്. ആ സ്ഥാനത്താണ്. കാര്യം നാട്ടുകാർ അവിടെ സഹകരിക്കുന്നില്ല, ഇവിടെയുള്ള SNDPക്കാരും സഹകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇത് മൂന്ന് തട്ടി കിടന്ന് തരക്കവും തല്ലും കേസും വഴക്കും ഒക്കെ ആയിട്ട് ഇവിടെ കിടക്കുകയാണ്. മഠം വേറൊരു വഴിക്ക്, നാട്ടുകാർ മറ്റൊരു വഴിക്ക്, SNDP മറ്റൊരു വഴിക്ക്. എങ്ങനെ ഇവിടെ ഡെവലപ്പാവുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അതാണ് ആരംഭത്തിൽ പറഞ്ഞില്ല. ഞാൻ 4:30 ആയപ്പോൾ വന്നപ്പോൾ ഇവിടെ ആരുമില്ല. അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ 7 മണി രാത്രി ആകുമ്പോഴൊക്കെ എങ്കിലും ഈ എഴുന്നള്ളത്തുമായിട്ട് ബന്ധപ്പെട്ടും ദീപാരാധനയൊക്കെയായിട്ട് ബന്ധപ്പെട്ടെങ്കിലും കുറച്ചധികം ആൾക്കാർ കാണുമെന്നാണ് വിചാരിച്ചത്. അതുമില്ല. അപ്പം നിങ്ങൾ നേർസാക്ഷിയാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇതിന് മാറ്റം വന്നേ മതിയാകത്തുള്ളൂ. ഇവിടെ മഠവും നാട്ടുകാരും SNDP എന്ന് ഒറ്റ കൂട്ടായ്മയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഇവിടെ ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. ഈ ദുസ്ഥിതിക്ക് കാരണക്കാർ ആരെന്നുള്ളത് നിങ്ങൾ പറയുക. ഇവിടെ നാട്ടുകാരുമായിട്ടോ മഠവും നാട്ടുകാരുമായിട്ടോ യാതൊരുവിധ കൂടിയാലോചനകളും ഇല്ലാതെയാണ് ഈ ശിവരാത്രി മഹോത്സവമൊക്കെ ഇവിടെ നടത്തുന്നതെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിന് മാറ്റം വന്നേ മതിയാകത്തുള്ളൂ. ആരായാലും ഉത്തരവാദികൾ ആരായാലും അവരെയൊക്കെ സ്ഥാനഭ്രഷ്ടമാക്കണമെന്ന് തന്നെയാണ് ആക്കി പുതിയ ആൾക്കാർ ജോയിൻ ചെയ്താലേ ഇതിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മനുഷ്യനില്ല, ആരെങ്കിലും ഉണ്ടാകണ്ടേ? വേണ്ട, ചുമ്മാ പറയുന്നില്ല. ആരെങ്കിലും വേണ്ടേ ഇവിടെ? അല്ല, എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടാവും നോക്ക്. അകത്തുള്ളത് നിങ്ങളെ കണ്ട് പുറത്തുള്ള അവസ്ഥ ഇതാണ്. ആരെങ്കിലുമൊക്കെ വേണ്ടേ ഇവിടെ?